ഹായ് ഓൾ, ദിസ് ഇസ് ഇർഫാൻ. അപ്പോൾ നമ്മൾ സിനിമ ഉണ്ടായിരുന്നു അഡിയോസ് അമിഗോ, അതായത് ഗുഡ് ബൈ മൈ ഫ്രണ്ട് എന്നാണ് നമ്മുടെ സ്പാനിഷിൽ ഇതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ അഡിയോസ് അമിഗോ സിനിമ ഞാൻ രാവിലെ രാവിലെ എന്ന് പറയാൻ പറ്റില്ല 12:20 കണ്ടത്, ഫോറം മാളിൽ PVR. അപ്പോൾ പടത്തിനെ കുറിച്ച് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയേണ്ട പടത്തിന് ഡയറക്ടർ നഹാസ് നാസർ, അതേപോലെ തന്നെ പ്രൊഡ്യൂസ് ബൈ ആഷിഖ് ഉസ്മാൻ. പിന്നെ മ്യൂസീഷ്യൻസ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബൈ ജെക്സ് ബിജോയ്, അതേപോലെ സോങ് ബൈ ഗോപി സുന്ദർ, പിന്നെ സിനിമാറ്റോഗ്രാഫർ ജിംഷി ഖാലിദ്. അപ്പോൾ പടത്തിന്റെ കാസ്റ്റിലേക്ക് വന്നാൽ നിങ്ങൾ ടീസർ ട്രെയിലറിലേക്ക് കണ്ടാവില്ല. മെയിൻ ആയിട്ട് ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ആസിഫ് അലി ആൻഡ് സുരാജ് വെഞ്ഞാറമൂട്. അപ്പോൾ ഇവർ രണ്ടുപേരുടെ ആ ഒരു എന്താ പറയുന്നത്, അവർ തമ്മിൽ രണ്ട് അപരിചിതരായ വ്യക്തികൾ തമ്മിൽ കാണുന്നു. അവിടെ തൊട്ടാണ് പടത്തിന്റെ ഒരു കഥ, അതിന്റെ ഒരു മെയിൻ കഥ ഇരിക്കുന്നത്. അപ്പൊ പക്ക എന്താ പറയുക, ഈ സിനിമയെ കുറിച്ച് പറഞ്ഞ ഒരു പക്ക റോഡ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം റോഡ് മൂവി എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അത് ഫീൽ ചെയ്യൂല. ഇപ്പൊ ഇവര് ഇതിൽ എന്ന് പറയുന്ന ഈ സിനിമ തുടങ്ങുന്നത് എറണാകുളം വൈറ്റ്ല ബസ് സ്റ്റോപ്പിൽ. അതായത് ഇവിടെ ആ ക്യാരക്ടേഴ്സ് രണ്ടുപേരും തമ്മിൽ മീറ്റ് ചെയ്യുന്ന അവിടെ തൊട്ടാണ് തുടങ്ങുന്നത്. അവിടെ തൊട്ട് തുടങ്ങി ഇവര് നേരെ പിന്നെ എന്താ പറയാ, ഇവര് നേരെ യാത്ര ചെയ്ത് പോകുന്നത് കൊല്ലത്തേക്ക് ഇവര് പോകും. പിന്നെ അവിടെ നിന്ന് ആലപ്പുഴ വഴി തിരിച്ച് പറവൂര് വന്ന് ചേരുന്ന ഒരു എന്താ റോഡ് മൂവി, അല്ലെങ്കിൽ അങ്ങനെ ഒരു പറയാം, അങ്ങനെ ഒരു യാത്രയാണ് ഈ സിനിമ. അപ്പൊ ആദ്യം തന്നെ ഇതില് നമ്മുടെ ആസിഫ് അലിയുടെ ക്യാരക്ടർ, സത്യം പറഞ്ഞാൽ ആസിഫ് അലിയുടെ എന്താ പറയാ, ഭയങ്കര വ്യത്യസ്ത റോളൊന്നും പറയാനില്ല. ഒരു കൊച്ചി മച്ചാൻ അല്ലെങ്കിൽ ഒരു ഫ്രീക്ക് അങ്ങനത്തെ ഒരു ലുക്ക് ആണ് ആസിഫ് അലി ഇതിൽ പിടിച്ചിരിക്കുന്നത് സിനിമയിൽ. ആ ക്യാരക്ടർ അങ്ങനെയാണ് അത് ഡിമാൻഡ് ചെയ്യണം. ഒരു കോടീശ്വരനായ, വളരെ റിച്ചായ എന്നാൽ വളരെയധികം ആൾക്കാരെ സഹായിക്കുന്ന, വളരെ ജോലി അടിച്ച് നടക്കുന്ന ഒരു വ്യക്തി. അതേപോലെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്. അതായത് വളരെ കഷ്ടതകൾ അനുഭവിക്കുന്ന, വളരെ സാധാരണക്കാർ, പെയിന്റ് പണിക്കൊക്കെ പോകുന്ന ഒരു വ്യക്തി. ഇവർ രണ്ടുപേരും തമ്മിലുള്ള നല്ല രീതിക്കുള്ള ഒരു കോമ്പിനേഷൻ. അപ്പൊ ഇവര് കണ്ടുമുട്ടുന്നത് നമ്മുടെ വൈറ്റ്ല ബസ് സ്റ്റോപ്പിൽ നിന്നാണ്. അത് തന്നെ വളരെ കോമഡിയാണ്. കാരണം ആ ബസ് സ്റ്റോപ്പിൽ ഒരുപാട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ പല കാര്യങ്ങളും, ആൾക്കാരെയും വ്യക്തികളെയും, അതായത് എന്താണ്, ഈ ആസിഫ് അലി എന്ന് പറഞ്ഞ ആള് മൊത്തം തണ്ണി അടിച്ചൊരു അലമ്പ് ക്യാരക്ടറാണ് ഈ മൂവിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി ഓരോ ആൾക്കാരെ പരിചയപ്പെട്ട് അനാവശ്യമായിട്ട് ഓരോരുത്തർക്ക് പൈസ കൊടുക്കുന്നതും വളരെ ലക്ഷറി ആയിട്ട് ആണ് ആസിഫ് അലിനെ അവതരിപ്പിച്ചിരുന്നത്. അതായത് ആള് റിച്ച് ആണ്, പേഴ്സണലി റിച്ച് ആണ് സിനിമയിൽ. അപ്പൊ പിന്നെ കഥ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഇതിലൊരു ഇമോഷൻ കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോ എന്താ പറയുന്നത്, സുരാജ് വെഞ്ഞാറമൂട് അദ്ദേഹം വളരെ ഒരു കഷ്ടത്തിലാണ് പോകുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേജ് വളരെ വീക്കാണ്. എന്നാൽ വേറൊരു ഭാഗത്ത് ആസിഫ് അലി ആവശ്യത്തിലധികം പണം ചെലവാക്കുന്നുണ്ട്. അപ്പൊ ഇവര് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, അതായത് ഒരു ബോണ്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഫിനാൻഷ്യൽ ഇത് വെച്ച് നോക്കണമെങ്കിലും അതേപോലെ തന്നെ ഇവര് രണ്ടുപേർക്ക് ഇമോഷൻസ് ഉണ്ട്. ഇപ്പൊ എന്താ പറയുന്നത്, ആസിഫ് അലിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിന് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ശരിക്കും ഈ യാത്ര പോകുന്നത്, ഈ കൊല്ലം വഴി പോകുന്നത്. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടും കൂടെയുണ്ട്. പിന്നെ എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്തെടുത്ത് പറയാം. ഒന്ന്, ഇതിൽ ആസിഫ് അലിയുടെ എന്താ പറയുന്ന ക്യാരക്ടർ അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല രീതിക്ക് സൂട്ടാവുന്നുണ്ട്. നമ്മുടെ പണ്ട് ലാലേട്ടനൊക്കെ ചെയ്ത പല ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഒരു റിസംബ്ലൻസ് ഉണ്ട് ഈ ക്യാരക്ടറിന്. പൂർണ്ണമായിട്ടല്ല, എന്നാലും റിസംബ്ലൻസ് ഉണ്ട്. അതേപോലെ തന്നെ എന്താ പറയാ, സുരാജ് വെഞ്ഞാറമൂട് അദ്ദേഹം ഈ വേഷം ഓൾറെഡി അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട്. ഭയങ്കര പാവത്താനായിട്ടൊക്കെ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരുടെ വേഷം ഓൾറെഡി അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, പുള്ളി അടിപൊളിയായിട്ടുണ്ട് ആ വേഷത്തില്. പിന്നെ അതേപോലെ തന്നെ ഇവര് തമ്മിൽ മീറ്റ് ചെയ്ത് ഇവര് തമ്മിൽ പോകുന്ന യാത്രകൾ, കാര്യങ്ങള്. അതേപോലെ തന്നെ ഇവര് ഒരു പർട്ടിക്കുലർ സീനുണ്ട്, ഈ റാവിസ് ഹോട്ടലില് ഒരു സീനുണ്ട്. അതൊക്കെ വളരെ മികച്ചതായിരുന്നു. അതായത് ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഒരു 5 സ്റ്റാർ റിസോർട്ടിൽ അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, അതിന്റെ കാര്യങ്ങൾ, അതിന്റെ ആ റൂമിലൊക്കെ പോകുമ്പോൾ അവരെ പല രീതി, ആ സുരാജ് വെഞ്ഞാറമൂടിന്റെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് ഈ സിനിമയില് വിനീത് തട്ടിൽ. പുള്ളി എന്താ പറയുന്നത്, ഒരു ഇന്റർവെൽ ശേഷമാണ് വരുന്നത് ഒരു ഡ്രൈവറായിട്ട്. ആ പുള്ളിയുള്ള പോർഷൻസും പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ, ആ ഒരു എന്താ പറയുന്ന, ആ ഒരു മുഖത്തുള്ളൊരു ഭീകരത എന്ന സംസാരത്തിലുള്ള ഒരു പാവത്തരവും ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു ക്യാരക്ടറാണ് എന്താ പറയുന്നത്, ഷൈൻ ടോം ചാക്കോ. ഷൈൻ ടോം ചാക്കോ ഈ സിനിമയിൽ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് യൂഷ്വൽ ഒരു വളരെ ദേഷ്യവും ഇതായിട്ട് എന്നൊക്കെ പറഞ്ഞ ഒരു ഇടിക്കാൻ പോണ പോലത്തേക്ക് ഒരു ക്യാരക്ടറാണ്. അതേപോലെ തന്നെ എന്താ പറയുന്നത്, ഈ സിനിമയിൽ പിന്നെ എടുത്തു പറയാനുള്ള കാര്യമാണ് ഈ സിനിമയുടെ ലെങ്ത്.
വളരെയധികം ചെറിയൊരു കഥയാണ്, ശരിക്കും വളരെ ചെറിയൊരു കഥ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കഥയേ ഉള്ളൂ. അതിന് ഇങ്ങനെ വലിച്ചു നീട്ടി കുറെ പാട്ടുകളൊക്കെ ഇടയിൽ ഇട്ടിട്ട് വലിച്ചു നീട്ടി എടുത്തൊരു പടമാണ്. പിന്നെ ഈ പടത്തിൽ ഇപ്പൊ തിയേറ്ററിൽ പോയി കാണുമ്പോഴാണെങ്കിലും നമുക്കിത് കണ്ടത് വളരെ നഷ്ടമായിട്ടൊന്നും തോന്നൂല. കാരണം എന്താ പറയുക, അത്യാവശ്യം നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഹ്യൂമർ എലമെന്റ്സ് കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട്. കോമഡി കാര്യങ്ങളൊക്കെ പല സ്ഥലത്തും വർക്ക്ഔട്ട് ആവുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഹോട്ടലിലെ കേസ് ഞാൻ പറയാം, റാവിസ് ഹോട്ടലിലെ കോമഡി കാര്യങ്ങൾ, അതിൽ അൽത്താഫ് ഒക്കെ വരുന്നുണ്ട്, ഡയറക്ടർ അൽത്താഫ്. പക്ഷെ പുള്ളിയുടെ ക്യാരക്ടർ ശരിക്കും ആവശ്യമില്ലായിരുന്നു. ആ ഒരു സീനിൽ വന്നിട്ട് പുള്ളിയുടെ ക്യാരക്ടർ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ചെറിയൊരു ക്യാരക്ടറാണ് പുള്ളിക്കുള്ളത് സിനിമയിൽ. അതേപോലെ ഗണപതി ഉണ്ട് സിനിമയിൽ, അതും വളരെ ചെറിയൊരു ക്യാരക്ടറാണ്. അപ്പൊ ഒരുപാട് നടന്മാരുണ്ട് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ആയിട്ട്. അതേപോലെ തന്നെ ഇതിൽ അനഘ ആണ് നായികയായിട്ട് വരുന്നത്, ആസിഫ് അലിയുടെ നായികയായിട്ട്, ഒരു മുൻ കാമുകിയായിട്ട്, നായിക എന്ന് പറയാൻ പറ്റില്ല, മുൻ കാമുകിയായിട്ട് വരുന്നത്. പുള്ളിക്കാരിനെ മാത്രമാണ് ശരിക്കും നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. പുള്ളിക്കാരിയുടെ വേഷം അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല. പിന്നെ പുള്ളിക്കാരിയുടെ ഒരു ലിപ്സിങ്ക് കാര്യങ്ങൾ ഒത്തിരി നാച്ചുറൽ അല്ലാത്ത പോലെ തോന്നി. ആക്ച്വലി പുള്ളിക്കാരിയുടെ ആ ഒരു സംസാരം കാര്യങ്ങളൊക്കെ തീരെ ഒരു സിങ്ക് ആവാത്ത പോലെ, ഒരു നാച്ചുറാലിറ്റി ഉണ്ടായില്ല. ആ ഒരു പുള്ളി സംസാരിക്കുന്നത് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കൊരു നാച്ചുറൽ ഫീൽ ചെയ്യൂല. പിന്നെ അതേപോലെ തന്നെ ഈ സിനിമയിൽ അതേപോലെ ആസിഫ് അലി ഓൾറെഡി മാരീഡ് ആണ്. പക്ഷെ ആ ഒരു ക്യാരക്ടർ ഫോണിലൂടെ മാത്രമേ കേൾക്കുന്നുള്ളൂ. ശരിക്കും ഇതിന്റെ എൻഡിലേക്ക് എത്തുമ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് പറയുന്നത് എൻഡിലേക്ക് ആ ക്യാരക്ടറിനെ കാണിക്കുന്നതാണ്. ശരിക്കും ആ ക്യാരക്ടർ കാണിക്കാമായിരുന്നു. അപ്പൊ മൊത്തത്തിൽ ഇപ്പൊ സിനിമയെ കുറിച്ച് മൊത്തത്തിൽ ഒരു ക്രിട്ടിക്കായിട്ട് ഞാൻ പറയണമെങ്കിൽ, ഈ സിനിമ നമുക്ക് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വലിയ എന്താ പറയുന്ന ലാഭവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് ഈ മസ്റ്റ് വാച്ച്, തിയേറ്റർ മസ്റ്റ് വാച്ച് ആണെന്ന് ഞാൻ ഒരിക്കലും പറയൂല. പക്ഷെ തിയേറ്ററിൽ കണ്ടുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നമ്മളെ പിടിച്ചിരുത്താനും പറ്റുന്ന കുറച്ച് ചെറിയ ചെറിയ കോമഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ വളരെ ഓവറായിട്ടുള്ള ഒരു കഥയോ പ്ലോട്ടും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ നമുക്ക് ആ ഒരു വൈബിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് ടൈപ്പ് പടം ആണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോ എവറിബഡി ഇപ്പൊ ഫ്രീ ആണെങ്കിൽ തിയേറ്ററിലൊക്കെ അത്യാവശ്യം പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്തൊരു നല്ല പടം.